കഴിഞ്ഞ ദിവസം സ്പെയിനിൽ നടന്ന അനധികൃത കുടിയേറ്റവും കലാപവും നാം കണ്ടതാണ്. ആ കാഴ്ചകൾ മങ്ങും മുമ്പ് തന്നെ ഇപ്പോൾ ബ്രിട്ടനിലേക്ക് അനധികൃതമായി വലിയൊരു വിഭാഗം തള്ളിക്കയറാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 230 പേരടങ്ങുന്ന ഒരു ബോട്ടിനകത്താണ് കുടിയേറ്റ അഭയാർത്ഥികൾ ഫ്രാൻസിൽ നിന്നും മറ്റുമായി എത്തിയത്. ഇവർ ബ്രിട്ടനിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു. ഇതോടുകൂടി തന്നെ ലേബർ സർക്കാരിന്റെ കുടിയേറ്റ വിരുദ്ധ പരിപാടികളെല്ലാം പരാജയപ്പെട്ടു എന്ന് കൺസർവേറ്റീവ് പാർട്ടി ആരോപിക്കുകയും സർക്കാരിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ UK അല്ലെങ്കിൽ ബ്രിട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായി തടയാൻ കഴിഞ്ഞു, ഒരാൾക്ക് പോലും ഇവിടെ ഇനി കടന്നു കയറാൻ കഴിയില്ല എന്ന് ആന്റി ബേണം പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ കുടിയേറ്റം നടന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏതായാലും അനധികൃത കുടിയേറ്റം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലുണ്ട്. അത് കൂട്ടമായി തന്നെയാണ് എത്തുന്നത്. പക്ഷേ ഇവിടെ UK കേസിലേക്ക് വരുമ്പോൾ അത് ഈ ബോട്ടിലും മറ്റുമൊക്കെ ഈ മനുഷ്യ കടത്തുകാർ അവരാണ് ഈ ആളുകളുടെ കയ്യിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ തുക വാങ്ങിച്ചുകൊണ്ട് ഇവരെ ഇവിടെ എത്തിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നിലവിൽ സർക്കാരിന് ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയാത്തതിലാണ് ഇപ്പോൾ ബ്രിട്ടനിൽ വലിയ പ്രതിഷേധവും ഉയരുന്നത്. കാരണം അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് പ്രതിമുട്ടുന്ന ഒരു രാജ്യം കൂടിയാണ് ബ്രിട്ടൻ. ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ കുടിയേറ്റക്കാർ ബ്രിട്ടൻ ഭരിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് ഈ പറയുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ MP മാരടക്കം പറയുന്നത്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.